കോതമംഗലം നെല്ലിമറ്റത്ത് സ്കൂൾ ബസിന് മുകളിൽ മരം വീണ് 5 കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജീവൻ ന്യൂസ് പ്രത്യേക അന്വേഷണ പരമ്പര ആരംഭിച്ചത്. ദേശീയപാതയോരങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇത്തരം അപകടങ്ങൾക്ക് നിദാനമെന്ന് ജീവൻ ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വിവിധ വകുപ്പ് മേധാവികളുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലെ നിയമങ്ങൾക്ക് പുതിയ നിർവചനമുണ്ടാക്കിയത്. ഇത് പ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള അധികാരം സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒഴിവാക്കി പൊതുമരാമത്ത് വനം വകുപ്പുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകിയാണ് ജില്ലാ കളക്ടർ പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുവാദം ആവശ്യമില്ലെന്നും അപകടകരമാണെന്ന് ഓഫീസ് മേധാവിക്ക് ബോധ്യപ്പെട്ടാൽ മതിയെന്നും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് മേധാവികൾക്കും ഇപ്രകാരം അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കോതമംഗലം മുതൽ മൂന്നാർ വരെ സഞ്ചരിച്ച് ജീവൻ ടിവി തയ്യാറാക്കിയ മരണക്കണിയൊരുക്കി മൂന്നാർ റോഡ് എന്ന പ്രത്യേക അന്വേഷണ പരമ്പര ആനുകാലിക പ്രശ്നങ്ങളിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടലിന് മകുടോദാഹരണമാണെന്ന് മൂവാറ്റുപുഴ RDO PN സന്തോഷ് ജീവൻ ന്യൂസിനോട് പറഞ്ഞു. ഇതുപോലുള്ള കാര്യത്തിൽ ജീവൻ ടിവി നടത്തുന്ന ഈ പ്രവർത്തനം തികച്ചും ശ്ലാഘനീയമാണ്. അത് ജനങ്ങളിലേക്ക് ഇതെത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഈ കാര്യത്തിൽ എൻ്റെ ആശംസ അറിയിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് തടസ്സം നിൽക്കുന്നവരുടെ പേരിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് സെക്ഷൻ 51 പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ്, KSEB വകുപ്പുകളുടെ പ്രത്യേക സഹായവും ഇക്കാര്യത്തിൽ ലഭ്യമാകും. അതേസമയം കോതമംഗലം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ജീവൻ ടിവി ഉന്നയിച്ച വിഷയങ്ങൾ സമൂഹം ഏറ്റെടുത്തുവെന്നാണ് അധികൃതരുടെ ഈ ഇടപെടലിലൂടെ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പൗലോസ് കുട്ടിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്, കോതമംഗലം.